നമസ്കാരം പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ മണിമലയാറിൻ്റെ മഴവിഞ്ചേരിൽ കടവ് ആണ്. അതായത് ഇരവിപേരൂർ പഞ്ചായത്തിലെ പൂവപ്പുഴ ക്ഷേത്രത്തിന് സമീപമുള്ള തടയണയ്ക്കടുത്താണ്. ഈ തടയണ ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം 7ഓളം ആൾക്കാരാണിപ്പോൾ ഈ തടയണയിൽ നിന്നും അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. കാര്യം ഇതിൽ കൂടുതലും പരിസരവാസികൾ തന്നെയാണ്, നീന്തൽ അറിയാവുന്നവരാണ്. അവരൊക്കെ തന്നെ ഈ തടയണയെ കൂടെ തടയണ മുറിച്ച് അക്കരയിലേക്ക് പോകുമ്പോൾ പകുതി വഴിക്ക് വെച്ച് അവർ സ്ലിപ്പാവുകയും കല്ലിൽ തലയടിച്ച് വീഴുകയും അവിടെ നിന്ന് അവർ അബോധാവസ്ഥയിലാവുകയും പിന്നീട് മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പം പല കേസുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സമീപവാസിയും പൊതുപ്രവർത്തകനുമായ ശ്രീ പ്രസാദ് വള്ളംകുളം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ, ഈ അടിക്കടി ഇവിടെ ഈ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ അതെ. കാരണം ഇപ്പോൾ എൻ്റെ അറിവിൽ 7 മരണം നടന്നതാണ്. 7 മരണം നടന്നു പറയല്ല, നമ്മൾ നേരിട്ട് ദൃക്സാക്ഷി, നമ്മൾ സമീപവാസി ആയതുകൊണ്ട് നമുക്കറിയാം. ചേട്ടാ, ഇതിൽ കൂടുതലും ആൾക്കാർ നീന്തൽ അറിയാവുന്നവരും ഈ പരിസര പ്രദേശത്തുള്ളവരുമാണല്ലോ കൂടുതലും. അതെന്തുകൊണ്ടാണ് നീന്തൽ വശം ഉണ്ടായിട്ട് ഇവർ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്? എന്ത് സാഹചര്യം കൊണ്ടാണ്? എത്ര വലിയ നീന്തൽ അറിയാമെങ്കിലും ഈ തടയണയുടെ താഴോട്ട് പതിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മരണം ഉറപ്പാണ്. നീന്തൽ അതിനൊരു പരിഹാരമേ അല്ല. കാര്യം അങ്ങ് താക്കുകയാണ്. ഇത് ഒരു വലിയ മലരിയാണ്, കണ്ടില്ലേ? ഈ ഫോട്ടോയിൽ കാണാമല്ലോ, നിങ്ങൾക്കെല്ലാം കാണാം. ഇത് വലിയൊരു ഇതാണ്. ആ മലരിക്കകത്ത് നിന്ന് എത്ര വലിയ നീന്തൽ അറിയാവുന്ന ആൾക്കാരും രക്ഷപ്പെട്ട 2-3 പേര് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള അവസ്ഥ. അപ്പോൾ ഇത് ചേട്ടാ എത്ര വർഷമായി കാണും ഈ തടയണ? ഇത് കഴിഞ്ഞ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് അവസാന കാലഘട്ടത്തിലാണ് ഇത് പണിയുന്നത്. ഇത് 3 പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പണിത സാധനമാണ്. അന്നൊക്കെ ചില തൽപര കക്ഷികൾ താല്പര്യം പ്രകാരം ഇത് പൊളിച്ചു കളയണം എന്നൊക്കെ പറഞ്ഞ് വന്നായിരുന്നു. പക്ഷേ നാട്ടുകാരൊന്നടങ്കം കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ പ്രദേശത്തിലെ മുഴുവൻ ആൾക്കാരും സംഘടിച്ച് അതെ കളക്ടറെയൊക്കെ പോയി കണ്ട് ഏറ്റവും അവസാനം ഇത് പോയി. പക്ഷേ പിറ്റേ വർഷം നടന്ന വെള്ളപ്പൊക്കത്തിന് ഈ തടയണയുടെ അടിവശം ഇത് കണ്ടില്ലേ, കല്ലിങ്ങനെ കൂടിയിരിക്കുന്നത്, കല്ല് കോൺക്രീറ്റ് എല്ലാം ഇളകി കൂടി നിൽക്കും. ആ വർഷം തന്നെ ഇത് നശിച്ചു, നാരായണക്കല്ല് പിടിച്ചു. അതിൻ്റെ പരിണിതഫലമായിട്ടാണ് ഇവിടെ ഈ വലിയ മലരി രൂപപ്പെടുന്നത്. അതിന് പ്രകാരം അത് അല്ലെങ്കിൽ ഈ കല്ല് നല്ല രീതിയിൽ അടുക്കി റെഡിയാക്കുകയാണെങ്കിൽ വാട്ടറിൻ്റെ ഫ്ലോ നല്ല രീതിയിൽ ഒഴുക്കി അങ്ങ് പൊക്കോളും, മരണങ്ങൾ സംഭവിക്കത്തില്ല, കുടിവെള്ളക്ഷാമം പരിഹരിക്കുകയും ചെയ്യും. പക്ഷേ ഇതിങ്ങനെ കൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പം 5-6 വർഷമായി. പല പ്രാവശ്യം പലയിടത്തും പലരോടും പരാതി പറഞ്ഞു. ഓരോ മരണങ്ങൾ നടക്കുമ്പോൾ പത്രക്കാർ വരുമ്പോൾ അവരോട് ചോദിച്ചാൽ നമ്മൾ പറയും പഞ്ചായത്തിൽ പരാതി പറഞ്ഞു. അതുപോലെ തന്നെ മൈനർ ഇറിഗേഷൻകാരെ വിളിച്ചുകൊണ്ട് ഇത് കാണിച്ചു. കണ്ടില്ലേ, ഈ കൈപ്പടകൾ മുഴുവൻ ഇടിഞ്ഞു. 2-3 പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ പരിണിതഫലമായിട്ട് ഇത് ഇടിഞ്ഞു. എത്രയോ 99 ലക്ഷം രൂപ മുടക്കി പണിത ഒരു സാധനമാണ്. അതാണ് ഇന്നിങ്ങനെ നാശം ഉണ്ടാക്കി ഈ എല്ലാവർക്കും പേരുദോഷം ഉണ്ടാക്കത്തക്ക രീതിയിലൂടെ മരണം. അതെ, ഭയങ്കരമാണ്. നാട്ടുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ദുഃഖം. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് കൂടുതലും മരണപ്പെട്ടു. അത് ചെറുപ്പക്കാരാണ്. അതെ അതെ, കൂടുതലും ചെറുപ്പക്കാർ. നമുക്ക് ഈ നാട്ടുകാർ തന്നെ അപകടത്തിൽപ്പെട്ട് പോവാണ്. എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ കുളിക്കടവ് നന്നാക്കുകയോ ഇതിൻ്റെ ബാക്കിയുള്ള പണികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇത് വലിയ ദുരന്തമായിട്ട് ഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുപോലെ ഇപ്പോൾ ഇവിടെ അപകട മുന്നറിയിപ്പ് ബോർഡുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. ബോർഡൊന്നും സ്ഥാപിച്ചിട്ടുള്ള ആൾക്കാർ അത് കാണത്തക്ക രീതിയിലുള്ള സ്ഥാപിച്ചേക്കുന്നതല്ല. അതൊന്നും ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത്. നമ്മളാരും കുറ്റം പറയല്ല, പക്ഷേ ഇതൊരു ജനത്തിന് ഉപകാരപ്രധാനപ്പെട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ അത് ഇപ്പം ഭയങ്കര ദുരന്തം, നാടിനൊരു ദുരന്തമായിട്ട് മാറിയേക്കും. ഇത് 7ാമത്തെ മരണമാണ്. ഇതിനെല്ലാം ദൃക്സാക്ഷികളായിട്ട് ഈ സമീപ പ്രദേശത്ത് താമസിക്കുന്നവരും ഞങ്ങളുമൊക്കെ ഉണ്ട്. വളരെ ദുഃഖമുണ്ട് ഇത് പറയുന്നതിന് പോലും തന്നെ. തീർച്ചയായിട്ടും ഈ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്ന ചേട്ടാ. ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇതിൻ്റെ അധികാരികളൊക്കെ ഇതിൻ്റെ വേണ്ട തീരുമാനങ്ങളൊക്കെ എടുത്ത് ഈ ഒരു അപകടക്കണി എങ്ങനെ ഒഴിവാക്കി പുനഃസ്ഥാപിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നന്ദി ചേട്ടാ ഈ ഒരു അവസരത്തിൽ. നന്ദി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടനാണല്ലോ ഈ തടയണയുടെ ഏറ്റവും അടുത്ത് താമസിക്കുന്നത്. അതെ 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 അതെ. ചേട്ടാ, ഈ തടയണ വളരെ അപകടം നിറഞ്ഞ, മണിമലയാറ്റിലെ ഏറ്റവും അപകടം നിറഞ്ഞ ഒരു തടയണയായിട്ട് മാറിയിരിക്കുക. കാര്യം ഇതിൻ്റെ നിർമ്മാണത്തിന് ശേഷം ഏകദേശം 7-8 ആൾക്കാരിപ്പം ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഇതിനെ അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് ഇത് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്? അത് ഇപ്പം സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ ഒഴുക്ക് കണ്ടമാനം ഒഴുക്കുണ്ട്. അപ്പോൾ അതിനെ അവഗണിച്ച് പലരും മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്.
അതാണിപ്പോൾ ശരിക്കും പിന്നെ കൂടുതലായിട്ട് ഈ അപകടം ഉണ്ടാകാൻ ഉള്ള കാരണം. ഈ തടയണയിൽ കൂടെ നടന്ന് അപ്പുറത്ത് പോവുകയും ഒഴുക്കടിച്ച് താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. താഴെ വീണ് കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം താഴെ നല്ല ഒരു ചുഴി പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴെ വീഴുന്ന ആൾ ആ ചുഴിയിൽപ്പെട്ട് അവിടെ കിടന്ന് കറങ്ങുകയാണ് സാധാരണ ചെയ്യുന്നത്. ആ കറക്കത്തിനിടയ്ക്ക് പലപ്പോഴും ഈ ഇതിൻ്റെ പൊളിഞ്ഞ ഭാഗത്തെ പിന്നെ ഭാഗങ്ങളിൽ ചെന്ന് തലയിടിക്കുകയും അങ്ങനെ ബോധം നഷ്ടപ്പെട്ട് മരിക്കുകയുമാണ് കൂടുതലായിട്ടും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 കോടി രൂപ ചിലവാക്കി ഒരു 4-5 പഞ്ചായത്തിലേക്ക് കുടിവെള്ളം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി സർക്കാർ ചെയ്ത ഒരു പ്രസ്ഥാനമാണ്. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഇരുവര് പഞ്ചായത്ത്, കല്ലുപ്പാറ പഞ്ചായത്ത്, മല്ലപ്പള്ളി പഞ്ചായത്ത്, അതുപോലെ പുറമറ്റം പഞ്ചായത്ത്, ഇങ്ങനെ ഒരു 3-4 പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം ഇതോടെ ഒരുമാതിരി പരിഹരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതെ. അപ്പോൾ ഇത് ജനങ്ങൾ പലരും പറയുന്നത് റോഷാകുലരായിട്ട് ഇത് പൊളിച്ചു കളയണം എന്ന് പറയുന്നൊരു വാദഗതിക്ക് ആണ് ഇപ്പം ചേട്ടൻ അങ്ങനെ സംസാരിച്ചത്. അല്ല, കൊണ്ട് കാര്യമില്ല. കാര്യം ഇത്രയും ഫണ്ട് ചിലവാക്കി പിന്നെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് അല്ലേ ഈ അപകടം. അതെ, കാരണം ഇത് ഇപ്പോൾ 1 കോടി രൂപയോളം ചിലവാക്കി ഈ അത് എന്തിനു വേണ്ടി ഉദ്ദേശിച്ചോ ആ ഉദ്ദേശം ഇപ്പം സഫലമാണ്. പിന്നെ ഇതുപോലുള്ള അപകടങ്ങൾ കൂടുതൽ സംഭവിക്കുന്നുണ്ട്. അതിന് എന്താണ് പരിഹാരം എന്നുള്ളത് സർക്കാർ തലത്തിൽ കൂലങ്കഷമായിട്ട് ആലോചിച്ച് അതിന് വേണ്ടുന്ന മാർഗം സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇതിങ്ങനെ വീണ്ടും തുടർന്ന് ഇതിപ്പോൾ 7ാമത്തെ ആണെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. ഇതിങ്ങനെ തുടർന്നുകൊണ്ട് ഇരിക്കും. അതിനുള്ള പരിഹാരം സർക്കാർ തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ സ്വീകരിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് എത്ര വർഷമായി കാണും ചേട്ടാ ഈ ഒരു 15 വർഷമായി കാണണം. 15 വർഷത്തോടകം 7ഓളം ആൾക്കാർ തടയണയെന്ന് തന്നെ വീണു. അതെ 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 അതെ. ഇവിടെ പൊതുവെ മണിമലയാറിൽ മരണനിരക്ക് കൂടുതലുള്ള ഒരു നദിയാണ്. അതെ, എല്ലാ മാസവും ഒരു മുങ്ങിമരണം റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. അപ്പോൾ അത് കൂടുതലും ഈ ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരും അല്ലാത്ത ആൾക്കാരും കുറച്ചൊക്കെ പോകുന്നുണ്ട്. എങ്കിലും ചെറുപ്പക്കാരാണ് കൂടുതലും ഇതിനകത്ത് അടിമപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വീട് ഈ തടയണയെന്ന് വീണ് മരിച്ചതിൽ പലർക്കും നീന്തൽ അറിയാവുന്നവർ ഇവിടുത്തെ സമീപവാസികളുമായിരുന്നു. കാര്യം അവർക്കെല്ലാം അറിയാവുന്നതാണ് ഇങ്ങനെ ഇതൊരു ഇത്ര മരണം നടക്കുന്ന ഒരു ഏരിയ ആണ്, ദുരന്തമുള്ളതാണ്. എന്നിട്ടും അവർ ഇതിലേക്ക് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് ചേട്ടാ? അവർക്ക് ആ നീന്തൽ അറിയാവുന്നുള്ളത് കൊണ്ട് അവർക്ക് അതിനകത്ത് അത്ര ഒരു ഭയം ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ ഭയം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വെള്ളത്തിൽ പിന്നെ പോയാലും രക്ഷപ്പെടാം എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, താഴെ വീണ് ഈ തടയണയിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ ചുഴി ഉള്ളത് കൊണ്ട് അവിടെ കിടന്ന് കറങ്ങാമെന്നല്ലാതെ എത്ര നീന്തൽ അറിയാവുന്ന വിദഗ്ധനാണ് ഇവിടെ. കാരണം പണ്ട് മണൽ വാരുന്ന, അതായത് 24 മണിക്കൂറും വെള്ളത്തിൽ കിടക്കുന്ന ആൾക്കാർ വരെ ഈ ചുഴിയിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ശരി ചേട്ടാ, ഇത്രയും നേരം പ്രതികരിച്ചതിന് താങ്ക് യു. മണിമലയാറിൻ്റെ തീരത്ത് നിന്നും മനോജ് കാർത്തിക്.